السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നൂറ സർമദി എന്ന പേരിൽ കുളിച്ചന മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നബിദിന പ്രോഗ്രാമിന്റെ പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിനത്തിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വിഷയം അസാധാരണ ജന്മം എന്നുള്ളതാണ്. ഒരു ജന്മദിനം എന്തിനാണ് ഇത്ര ആവേശത്തിൽ ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് റസൂലിന്റെ ജനനവും സാധാരണമായി. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ജനനം ഒരു അസാധാരണ ജന്മവും അതുപോലെ അസാധാരണ വ്യക്തിയുടെ ജന്മവുമായിരുന്നു. ഒരു സാധാരണ വ്യക്തിയുടെ ജന്മമല്ല, ഒരു സാധാരണ ജന്മമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം പടക്കുന്നതിന് മുമ്പ് ആദ്യമായി പടച്ചത് മുഹമ്മദീയ പ്രകാശമാണ്. അപ്പോൾ പ്രവാചക ജനനം മുഹമ്മദീയ ഒളിവിന്റെ ഉദയമാണ്. അവലമാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി അല്ലാഹു പടച്ചത് എന്റെ ഒളിവാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പ്രവാചകർ. ആ പ്രഭവ കേന്ദ്രമായ പ്രവാചകരുടെ ഉദയമാണ് ഈ ജനനത്തിലൂടെ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടക്കുകയും ആ ഒളിവ് മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിക്ഷേപിക്കുകയും ചെയ്തു. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൽ സകിയ്യത്തിൽ താഹിറ. അങ്ങനെ പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ മുതുകിലൂടെ പരിശുദ്ധകളായ ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഞ്ചാരം ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ വതഖല്ലുബക ഫിസ് സാജിദീൻ എന്ന് കാണാം. നബിയെ, അങ്ങയുടെ പ്രയാണം സുജൂദ് ചെയ്യുന്നവരിലൂടെയായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹിശാം എന്നവർ അദ്ദേഹത്തിന്റെ സീറത്തുൻ നബവിയിലും അതുപോലെ തന്നെ നിരവധി ചരിത്ര പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദം അലൈഹിസ്സലാം വരെയുള്ള പരമ്പര രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരമ്പരകളിൽ ആരും തന്നെ വിഗ്രഹ ആരാധകർ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവിക പിതാവായിരുന്ന മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആസർ വിഗ്രഹ വിൽപ്പനക്കാരനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ ആസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവല്ലെന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതൃവ്യനാണ്, പിതാവിന്റെ സഹോദരനാണ് ആസർ എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും നിരവധി പല സ്ഥലങ്ങളിലും പിതൃവ്യന്മാരെ കുറിച്ച് അബ് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളോട് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് അങ്ങയുടെ പിതാക്കന്മാരായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും അവരുടെയൊക്കെ ദൈവത്തെയാണ്, ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ
യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളുടെ പിതാക്കന്മാരുടെ പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം വരുന്നില്ല. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ സഹോദരനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പിതൃവന്മാരെ കുറിച്ച്, പിതാവിന്റെ സഹോദരന്മാരെ കുറിച്ച് അബ് എന്നുള്ള പ്രയോഗം പരിശുദ്ധ ഖുർആൻ നടത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. ഇനി ആസർ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ പിതാവാണെങ്കിൽ തന്നെ അദ്ദേഹം ആ വിഗ്രഹ ആരാധനയിലേക്ക് തിരിഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ബീജം അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് നീങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം വിഗ്രഹ ആരാധനയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ഏതായിരുന്നാലും ആദം അലൈഹിസ്സലാം തൊട്ട് ഇങ്ങ് അബ്ദുള്ള വരെ ഒരാളും തന്നെ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ചരിത്ര സത്യം. ഇങ്ങനെയുള്ള പരിശുദ്ധന്മാരായ പിതാക്കന്മാരിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാണം. അതുപോലെ തന്നെ മുൻകാല വേദഗ്രന്ഥങ്ങളെല്ലാം പ്രവാചകരുടെ നിയോഗം പ്രവചിച്ചിരുന്നു. പ്രവചനങ്ങളുടെ പുലർച്ചെയാണ് പ്രവാചകർ. അഹ്ലി കിതാബികൾ, ജൂത ക്രിസ്ത്യാനികൾ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇൻജീലിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് പ്രവചിച്ചിരുന്നു. വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മദീനയിലെ ജൂതന്മാരെ ഇതര സമുദായങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അവർ പറയുമായിരുന്നു അത്രേ, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ നിങ്ങളെ യുദ്ധം ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കും, നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് അവർ നിരന്തരം പറയുമായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹുവേ, അവസാന കാലത്ത് നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ എന്ന് ജൂതന്മാർ പ്രാർത്ഥിച്ചിരുന്നുവെന്നും അവർക്ക് യുദ്ധങ്ങളിൽ വിജയം ലഭിച്ചിരുന്നുവെന്നും ചരിത്രങ്ങളിൽ പറയുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും വേദക്കാരും അതുപോലെ തന്നെ വേദ ഉപനിഷത്തുകളിലും മുനിമാരുമൊക്കെ മഹർഷിമാരുമൊക്കെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം അവരൊക്കെ പ്രവചിച്ചിരുന്നു. ഇങ്ങനെ ലോകം കാത്തുനിന്ന ഒരു ജന്മമായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള വിവാഹിതനായി ആമിന ബീവിയെ വിവാഹം കഴിച്ചു. ആമിന ബീവിയെ വിവാഹം കഴിച്ച് ആ രാത്രി ഒരു റജബിന്റെ വെള്ളിയാഴ്ച രാവിൽ ആമിന ബീവി ഗർഭം ധരിച്ചപ്പോൾ അർശ് കിടുകിട വിറച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാമിനോട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ വേണ്ടി പറഞ്ഞ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. മൗലിദ് കിതാബുകളിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. മൗലിദ് കിതാബിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം അത് ആധികാരികമാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിലും അതുപോലെ തന്നെ സീറത്ത് ഇബ്നു ഹിശാമിലും സൂറത്തുൽ ഹലബിയിലും അതുപോലെ താരിഖ് ഇസ്ലാം ബഹുമാനപ്പെട്ട മൗലാന അക്ബർ ഷാഹ് നജീബാബാദി അദ്ദേഹം ഉറുദുവിൽ രചിച്ച അദ്ദേഹത്തിന്റെ താരിഖ് ഇസ്ലാമിലും അതുപോലെ തന്നെ ലൈഫ് ഓഫ് മുഹമ്മദ് ഇങ്ങനെയുള്ള നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നിരവധി കിതാബുകളിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ആ സംഭവങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം അദ്ദേഹത്തിന്റെ മൗലിദ് കിതാബിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. വനാദാ മുനാദിൻ ഫിസ് സമാഇ വൽ അർദ് ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش واستبشارا. ബഹുമാനപ്പെട്ട ബീവി മഹദി ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച സമയത്ത് ആകാശലോകത്തുനിന്ന് മാലാഖമാർ വിളിച്ചു പറഞ്ഞു അത്രേ, ലോകത്തിന്റെ നേതാവ് ആമിനയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. വസാദൽ കുർസിയു ഹൈബത്തൻ വവഖാറ വംതലത് സമാവാതു അൻവാറ വലജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറ.
ആ ഗർഭധാരണത്തെ സമയത്ത് വാനലോകത്തുള്ള മാലാക്കമാർ ആവേശത്തോടുകൂടി അവർ തഹ്ലീലും ഇസ്തിഗ്ഫാറും ഉരുവിട്ടുവെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച സമയത്ത് ഒരുപാട് വാനലോകത്തുള്ള മലക്കുകൾ അവർ ആമിന ബീവിയെ സമീപിക്കുകയും അതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. മഹാനായ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസൽ കലീം അലൈഹിസ്സലാം തുടങ്ങിയ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു അൻഹ അവരോട് സന്തോഷ വാർത്ത അറിയിക്കുകയും അങ്ങ് ഗർഭം ധരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ നേതാവിനെയാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ബിദായത്ത് വൻ നിഹായ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമിന ബീവിയുടെ അനുഭവങ്ങളെല്ലാം അവരുടെ പ്രസവമെടുത്ത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഷിഫ എന്നവരും അതുപോലെ ഫാത്തിമ എന്നുള്ള സ്ത്രീകളും പിൽക്കാലത്ത് ഇസ്ലാമിക കാലഘട്ടത്തിൽ ജീവിച്ച അവരൊക്കെ ആ സംഭവം ആമിന ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആമിന ബീവി ഗർഭം ധരിച്ച സമയത്ത് അവരിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടുവെന്നും ആ പ്രകാശത്തിലൂടെ ഷാമിലെ ബുസ്ര കൊട്ടാരം അവർക്ക് വെളിവാകുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഇതേ സംഭവം ബീവി ആമിന റളിയല്ലാഹു അൻഹ ജനിച്ച സമയത്ത്, ആമിന റളിയല്ലാഹു പ്രസവിച്ച സമയത്തും ഇങ്ങനെ പ്രകാശിച്ചുവെന്നും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു മാതാവ് ഷിഫ എന്നവർ പറയുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ചപ്പോൾ ആ വീടകം മുഴുവൻ പ്രകാശിച്ചു. വീടകം മാത്രമല്ല, വീടിന്റെ ഉള്ളു മാത്രമല്ല, അന്ന് പുറവും പ്രകാശിച്ചു. ആകാശത്തു നിന്നുള്ള നക്ഷത്രങ്ങൾ അവകൾ അടുത്തു വരുന്നതായി തനിക്ക് അനുഭവപ്പെട്ടുവെന്നും ബഹുമാനപ്പെട്ട ഷിഫ എന്നവർ പറയുകയാണ്. അതുപോലെ തന്നെ ഒരു ഗർഭധാരണ സമയത്ത് ഒരു സ്ത്രീക്കുണ്ടാകുന്ന യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ബീവി ആമിന റളിയല്ലാഹു അൻഹ അനുഭവിച്ചിട്ടില്ല. ആ ഗർഭകാലം ആസ്വദിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12ന്റെ പ്രഭാതത്തിൽ സുബഹിയോടടുത്ത സമയത്ത് അങ്ങ് ലോകത്തേക്ക് പൂജാതനാവുകയാണ്. ഉരിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉ വഫമുസ് സമാനി തബസ്സുമു വദിയാഉ. പ്രപഞ്ചം പ്രകാശിക്കുകയാണ്. ഒരു അത്ഭുത ബാലന്റെ ജനനം ലോകം ആഘോഷിക്കുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ നിരവധി ചരിത്ര സംഭവങ്ങൾ, നിരവധി അത്ഭുതങ്ങൾ ആ സമയത്ത് ഉണ്ടായതായി നമ്മളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ മദ്രസ പഠനകാലത്ത് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ആ സംഭവം തന്നെയാണ് മൗലിദ് കിതാബിൽ നമ്മളൊക്കെ നിരന്തരം പാരായണം ചെയ്യുന്നത്. വഖീല ലമ്മാ ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമദത്തിൽ കല്ലൈലത നാറു ഫാരിസ് ബഅദൽ ദിറാം. പേർഷ്യക്കാര് വർഷങ്ങളോളം ആരാധിച്ചിരുന്ന കെടാത്ത, കെട്ടുപോകാത്ത, ഒരിക്കലും അണയാത്ത ദീപം, അവരുടെ അഗ്നി അത് കെട്ടുപോയി എന്നും 2000 വർഷമായി ആ അഗ്നി ഒരിക്കലും കെട്ടിട്ടില്ല. പക്ഷേ ആ അഗ്നി നിമിഷ നേരങ്ങൾക്കകം അവകൾ കെട്ടുപോയി. രാജാവിന്റെ കൊട്ടാരം കിടുകിട വിറച്ചു. പ്രകമ്പനം കൊണ്ടു. ആ പ്രകമ്പനത്തിൽ 14 ആ കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ നിലംപതിച്ചുവെന്നും അതുപോലെ തന്നെ ലോക പ്രശസ്തമായ ബുഹൈറത്തു സാവ തടാകം അത് നിമിഷാർദ്ധത്തിൽ വറ്റിവരണ്ടുവെന്നും ലോകത്തുള്ള വിഗ്രഹങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞുവെന്നും പിശാചുക്കളെ ആകാശത്തിൽ നിന്നും ചെങ്കോലുകൊണ്ട് ആട്ടിയോടിക്കപ്പെട്ടുവെന്നും അതുപോലെ തന്നെ വാനലോകത്ത് മുഴുവൻ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചുവെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൽ പ്രമുഖരായ 4 വ്യക്തികളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, സയ്യിദ് ബിൻ അംർ, വറഖത്ത് ബിൻ നൗഫൽ. അവർ കഅബാലയത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആഘോഷവേളയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം തലകീഴായി മറിയുന്നത്. അങ്ങനെ അവർ തലകീഴായി മറിഞ്ഞു. 3 പ്രാവശ്യം ആ വിഗ്രഹങ്ങളെ അവർ ഉയർത്തി എഴുന്നേൽപ്പിച്ചു. പക്ഷേ അവകൾ ഉയർത്തി എഴുന്നേൽക്കുന്നില്ല, നേരെ നിൽക്കുന്നില്ല. ഈ ഒരു അസാധാരണ സംഭവം എന്തോ ഒരു ദുരന്തം സംഭവിച്ചതിന് വേണ്ടിയാണ് എന്നവർ പരസ്പരം സംസാരിക്കുകയും
എന്നാൽ ഇവിടെ ലോകത്തിന്റെ നേതാവായ ഒരു മഹാനായ പ്രവാചകന്റെ ഒരു പ്രകാശം ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടുകയും ആ പ്രകാശത്തെ അന്വേഷിച്ചുകൊണ്ട് ഈ 4 പേർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും സഞ്ചരിച്ചുവെന്നുമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ അത്ഭുതകരമായ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചാൽ റസൂൽ എന്ത് പേരിടണമെന്ന് ബീവി ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിരുന്നു. ആ നാമമായിരുന്നു മുഹമ്മദ് എന്നുള്ള നാമം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ്, പിതാവ് മദീനയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അബ്ദുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ അബ്ദുൽ മുത്തലിബ് കാബൻ തവാഫ് ചെയ്യുകയാണ്. കാബൻ തവാഫ് ചെയ്യുന്ന സമയത്താണ് ആമിന ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വാർത്ത അവിടെ ആളയച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിനോട് ആ സഹോദരി പറയുകയാണ്, അന്ന് പറഞ്ഞയച്ച ആമിന ബീബി പറഞ്ഞ സ്ത്രീ പറയുകയാണ്, ഒരു അത്ഭുത ജന്മം സംഭവിച്ചിരിക്കുന്നു. കാരണം കുട്ടി ജനിച്ചിട്ടുള്ളത് സുജൂദിലേക്കാണ് ജനിച്ചിട്ടുള്ളത്. അതുപോലെ ജനിച്ച ഉടനെ തന്നെ ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്ഭുത ബാലനാണ് നിങ്ങൾക്ക് ജനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് ഓടിച്ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരി പുണരുകയും അങ്ങനെ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് പ്രവേശിക്കുകയും അവിടെ വെച്ചുകൊണ്ട് മുഹമ്മദ് എന്നുള്ള പേര് നാമകരണം ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ പറയുന്നു. മുഹമ്മദ് എന്നുള്ള പേര് മക്കയിൽ പരിചിതമായിരുന്നില്ല, അത് സുപരിചിതമായിരുന്നില്ല. എന്താണ് നിങ്ങളുടെ പൂർവിക പിതാക്കന്മാർക്കൊന്നും നൽകപ്പെടാത്ത പേര് നിങ്ങൾ എന്തിനാണ് നൽകിയതെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ, എന്റെ മോൻ ലോകം മുഴുവനും സ്തുതിക്കപ്പെടേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ മുഹമ്മദ് എന്നുള്ള പേര് വെച്ചത് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അസാധാരണ വ്യക്തിയുടെ അസാധാരണ ജന്മമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം. ആ ജന്മത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായ ആ ഒളിവിനെ, ആ പ്രഭവ കേന്ദ്രത്തെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ജന്മം പോലെ കാണേണ്ടതല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം. അല്ലാഹു ആഘോഷിച്ച, അല്ലാഹു അനുഗ്രഹിച്ച ജന്മമാണ്. ലോകത്തെ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ ശ്രേഷ്ഠരായ മഹൽ വ്യക്തിയുടെ ജന്മമാണ്. അതുകൊണ്ടാണ് ആ ജന്മം നാം അനുസ്മരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.